അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും ഫ്ലെക്സി യുദ്ധം തുടരുന്നു. വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും അനുകൂലികളാണ് ഇരുഭാഗങ്ങളെ തിരിഞ്ഞ് നഗരത്തിലുടനീളം ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത്. എന്നാൽ കെ.സി. വേണുഗോപാലിന് അനുകൂലമായി ഫ്ലെക്സുകളോ പോസ്റ്ററുകളോ ഇതുവരെയും മൂവാറ്റുപുഴ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും ഫ്ലെക്സി യുദ്ധങ്ങൾ തുടരുന്നു. വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും അനുകൂലികളാണ് ഇരുഭാഗങ്ങളായി തിരിഞ്ഞ് നഗരത്തിലുടനീളം ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ വി.ഡി. സതീശന് അനുകൂലമായാണ് ഫ്ലെക്സ് സ്ഥാപിച്ചതെങ്കിൽ ബുധനാഴ്ച രാവിലെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. യു.ഡി.എഫിനെ ഭരണത്തിലേക്ക് എത്തിച്ച പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡാണ് കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരിക്കുന്നത്. വനവാസമല്ല പട്ടാഭിഷേകം, കേരളം ജയിച്ചു, വി.ഡി. നയിക്കും എന്നെഴുതിയ വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് ചെന്നിത്തലയ്ക്കും അനുകൂലമായി ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇക്കുറിയും ഫ്ലെക്സ് സ്ഥാപിച്ചവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. വി.ഡി. സതീശനെ അനുകൂലിച്ച് പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സിന് സമീപമായാണ് രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിൽ ആദ്യമായാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് വി.ഡി. സതീശന് പ്രതികൂലമായി പോസ്റ്ററുകൾ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുതിർന്ന നേതാക്കളെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള വി.ഡി. സതീശന്റെ നീക്കം നടപ്പാകില്ലെന്ന് എഴുതിയ പോസ്റ്ററായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. സംസ്ഥാനത്തുടനീളം യു.ഡി.എഫിന്റെ വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി ആരെന്ന ചർച്ച സജീവമായിരിക്കെയാണ് നഗരത്തിൽ പാർട്ടി പ്രവർത്തകർ തന്നെ ഫ്ലെക്സി യുദ്ധം തുടരുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന രണ്ട് പ്രമുഖ നേതാക്കളുടെ ചിത്രങ്ങൾ അടുത്തടുത്ത് നിരുന്നത് കാഴ്ചക്കാർക്ക് കൗതുകമാവുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയിൽ സജീവമായി നിലകൊള്ളുന്ന കെ.സി. വേണുഗോപാലിന് അനുകൂലമായി ഫ്ലെക്സുകളോ പോസ്റ്ററുകളോ ഇതുവരെയും നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.